വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും റോഡ് വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ കരമന കളിയിക്കാനുള്ള റോഡ് വികസനം ദുരന്തത്തിലേക്കാണ് നിൽക്കുന്നത്. ദുരന്തം കഴിഞ്ഞ 20 വർഷക്കാലമായി പണി ആരംഭിച്ചിട്ട് കരമനയിൽ നിന്നും ബാലരാമപുരം കൊടിനട വരെയാണ് നിൽക്കുന്നത് വികസനം. 3 മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട് ഇതിനിടയിൽ. ഈ കരമനയിൽ നിന്നും കൊടിനട വരെ ആകുമ്പോൾ വെറും 10 കിലോമീറ്ററാണ്. കരമന കളിയിക്കാനുള്ള റോഡ് വിഭാവനം ചെയ്തത് അന്തരിച്ചു പോയിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പാത വീതി കൂട്ടണം എന്ന ഒരു നിർദ്ദേശം ആദ്യമായി വയ്ക്കുന്നത്. എന്തായാലും അതിനു മുമ്പേ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പൻ പാലയാണ്. അദ്ദേഹം അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു വോയിസ് സന്ദേശം അയച്ചു. കൊടുത്തു തീർക്കാനുള്ള നഷ്ടം പൂർണ്ണമായും കൊടുത്തു തീർത്തിട്ടില്ല. അവസാനം സർക്കാർ 102 കോടി അനുവദിച്ചുത്തരവായി. ഇത് ജില്ലാ കളക്ടറും NH വിഭാഗവും നഷ്ടപരിഹാരം കൊടുത്തു തീർക്കാതെ വെള്ളപ്പൊക്കം നടത്തുകയാണ്. ഇതിനെതിരെ ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് MA റഹീം കളക്ടറേറ്റിന് മുമ്പിൽ സെപ്റ്റംബർ 10-ന് അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഇതിന് എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കരമന മുതൽ പാപ്പനംകോട് വരെ വികസിപ്പിച്ചു. അടുത്ത് വന്നത് രണ്ടാമത് VS അച്യുതാനന്ദൻ സർക്കാരാണ്. VS പാപ്പനംകോട് മുതൽ പ്രാവശ്യമല്ലം വരെ വികസിച്ചു. അത് ഇട്ട പരിപാടി അനുസരിച്ച് തന്നെ VS സമയബന്ധിതമായി തന്നെ അത്രയും ദൂരം അദ്ദേഹം വികസിപ്പിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇപ്പം ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 2016 ഞാനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ടോമി ഈപ്പനുമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറിങ്ങനെ നമുക്ക് ഈ കരമന കളിയിക്കാവളയുടെ ബാക്കിപത്രമായി ഇനി പ്രാവശ്യമല്ലം മുതൽ കളിയിക്കാവള പോകണം. അപ്പം അത് ആദ്യം പറഞ്ഞത് ഇവിടെ എല്ലാം കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കുട്ടിച്ചോറാക്കിയിട്ടിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകമെല്ലാം കുത്തി കെട്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്തായാലും ചെയ്യാതിരിക്കില്ല, ചെയ്യാം. അങ്ങനെ അദ്ദേഹം 6 മാസം കൊണ്ട് കെട്ടിട ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം ഞാൻ അടക്കമുള്ളവർ തന്നു. എൻ്റെ സ്ഥലം കൊടിനടയാണ്, എൻ്റെ കെട്ടിടവും കൊടിനടയാണ്. പ്രാവശ്യമ്പലം മുതൽ കൊടിനട വരെയുള്ള വികസനം സാധ്യമാക്കി. പിന്നെ അതിൽ വരുന്ന 2ാം റീച്ചിൽ വരുന്ന ബാക്കിയാണ് കൊടിനട വഴിമുക്ക് വാട്ടർ ടാങ്ക് വരെയുള്ള ഭാഗം. അത് 2ാം റീച്ചിൽ വരുന്ന ഭാഗമാണ്. 1.5 കിലോമീറ്ററേ ഉള്ളൂ. അതിലാണ് ബാലരാമപുരം ജംഗ്ഷൻ വരുന്നത്. പക്ഷെ അത് ഇപ്പോൾ പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് പോവുകയാണ്. അന്ന് കൊടിനടയിൽ കൊണ്ട് വികസനം നിർത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. നടപടി സ്വീകരിച്ചിരുന്നത് മാത്രമല്ല, ഞങ്ങളുടെ കെട്ടിട ഉടമകൾക്ക് ഇനി 65 പേർക്ക് പണം കൊടുത്തു തീർക്കാനുണ്ട്. അതിനെ സംബന്ധിച്ച് വീണ്ടും ഞങ്ങൾ പിണറായിയോട് സംസാരിച്ചു. അപ്പോൾ അത് ഫണ്ടില്ല, ഫണ്ട് വന്നിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം ഇപ്പോൾ 102 കോടി രൂപ കിഫ്ബി വഴി കൊടുക്കാൻ ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടിരിക്കണം. ഉത്തരവ് കണ്ടല്ല, ഇതാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ പടമുണ്ട്, പൊതുമരാമത്ത് മന്ത്രിയുടെ പടമുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പടമുണ്ട്. 102 കോടി അനുവദിച്ച കാര്യം പറയുന്നുണ്ട്. അടിപ്പാത ഒഴിവാക്കി 102 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഉടൻ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞു. 3 മാസമായി കെട്ടിട ഉടമകൾക്ക് പണം പോലും കൊടുത്തു തീർത്തില്ല. അപ്പൊ ഈ 102 കോടി രൂപ എവിടെ പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ കളക്ടർ ഫണ്ടിലാണ് ആ പണം വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കളക്ടറെ കണ്ടു. കളക്ടറെ കണ്ടപ്പോൾ ഒരു കത്തുമായിട്ട് തന്നെ പോയത്. ഞാൻ നിരാഹാരം കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അവരൊരു ചിരിച്ചു. എന്തായാലും ഫണ്ട് ഉണ്ടെ കൊടുക്കും എന്ന് പറഞ്ഞു.
പിന്നെ ഫണ്ട് കൊടുക്കുന്നത് നമ്മുടെ NH വിഭാഗമാണ്. NH പിന്നെ ഈ ദേശീയപാത വിഭാഗമാണ്. അവിടെയാണ് ഈ കെട്ടിട ഉടമകളുടെ വസ്തുവും വകയും ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് എത്ര രൂപ കൊടുക്കണം, ജോയി എബ്രഹാം എത്ര കൊടുക്കണം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവിടെയാണ് 50 ലക്ഷം. ശരി. അപ്പൊ ഇനി അവിടെ നിന്ന് ഈ ആളുടെ പേരിന് അവരുടേതായിട്ടുള്ള അക്കൗണ്ടിൽ പണം വരും. ഇതുവരെ പണം 65 കെട്ടിട ഉടമകൾക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ വ്യാപാരികൾ 105 വ്യാപാരികളുണ്ട്. അതുകൊണ്ട് ജീവനക്കാരുണ്ട്, പാവപ്പെട്ട പെൺപിള്ളേര്, ഈ കടകളിൽ ജോലി ചെയ്യുന്ന പെൺപിള്ളേര് 70 ഉണ്ട്. പെൺപിള്ളേരടക്കം ആണെങ്കിലും ഉണ്ട്. 70 പേര് അവരുണ്ട്. 70, 105, പിന്നെ 65 കെട്ടിടം ഞങ്ങളെ വിഭാഗത്തിൽ വരുന്നത്. അപ്പം ഞങ്ങളെ വിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം കെട്ടിടമുണ്ട്, കടയുണ്ട്, വാടകയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത്. ഞാൻ 40 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് എൻ്റെ കെട്ടിടം വെച്ചേക്കുന്നത്. പിന്നെ ഈ അതുപോലെ തന്നെ ഓരോരുത്തരും ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ റോഡ് സൈഡിലുള്ള വസ്തു, എത്ര ചെറിയ വസ്തു കൊടുത്താലും ബാങ്കുകൾ കോടികൾ കൊടുക്കും. കാര്യം ഈ വസ്തു അസറ്റാണ്, അത് ഇവരുടെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്, വില കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണെന്നുള്ള കാര്യം ബാങ്കുകാർക്കറിയാം. ഇപ്പം ഞങ്ങൾ ദേശീയപാതയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ മാനേജർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അടുത്ത് 1 കോടി വേണമെങ്കിൽ തരാം, ഒരു അപേക്ഷ തരാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, 1 കോടി തരുമ്പോൾ 1 ലക്ഷം രൂപ പലിശ കൊടുക്കണം മാസം. അവർ 2 കടയിലെ വാടക അങ്ങനെ പോകും. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. നേരത്തെയുള്ള വായ്പ മാത്രമല്ല, അത് എന്നെ പോലെ പല റോഡ് സൈഡിലുള്ള കെട്ടിട ഉടമകളും ബാങ്കിനെ ആശ്രയിച്ച് ലോൺ എടുത്ത് കെട്ടിടം കെട്ടി ജീവിക്കുന്നവരാണ്. ശരി, ആ കെട്ടിടം മകളെ കല്യാണം വന്നു, അല്ലെങ്കിൽ MBBS പറഞ്ഞയക്കണം, വിറ്റ് കളയാമെന്ന് കരുതുമ്പോൾ വിൽക്കാൻ ഒക്കില്ല. പ്രമാണം കളക്ടർ ചെയ്യലാണ്. എല്ലാം ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് സമ്മതപത്രം കൊടുത്തിരിക്കുകയാണ്. അത് വിൽക്കാനും ഒക്കില്ല. അപ്പോൾ ബാങ്കിന് വന്ന് വായ്പ അടയ്ക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, മോളെ കല്യാണം നടത്താൻ പറ്റില്ല, മോൻ്റെ വിദ്യാഭ്യാസം നടത്താൻ പറ്റില്ല. ഈ ബാസുകൾ സ്വകാര്യമായി ഇപ്പം ഞങ്ങൾ ആരടുത്ത് പണം ചോദിച്ചാലും തരും. കാര്യം സ്വത്തുള്ള ആളാണല്ലോ എന്ന മാനദണ്ഡത്തിൽ തരും. പക്ഷെ ആ പണം കൊടുക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ഞങ്ങളുടെ സ്ഥലവും എല്ലാം മാറ്റി തീരെഴുതും പോലെ ജില്ലാ കളക്ടർ മാറ്റി വെച്ചിട്ട് 9 കൊല്ലമായിട്ട്, അല്ലെ മൊത്തം 20 കൊല്ലമായി, ഇപ്പൊ 9 കൊല്ലമായിട്ട് 1.5 കിലോമീറ്റർ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 9 കൊല്ലമായി ഈ സർക്കാർ വന്നിട്ട് 10ലേക്ക് പോകുന്നു. 1.5 കിലോമീറ്റർ റോഡ് വികസനം, ബാലരാമപുരം ജംഗ്ഷൻ അടങ്ങുന്ന റോഡ് വികസനം സാധ്യമാക്കിയിട്ടില്ല. അപ്പൊ ഇത് ഞങ്ങള് ഒരു കാര്യം പറയാൻ പോവുകയാണ്. 102 കോടി എവിടെ പോയെന്ന് അറിയണം. അത് അറിയിപ്പിക്കും. ഞാൻ കയറി കിടക്കും അവിടെ. ഞാൻ മുമ്പ് സെക്രട്ടറി കിടന്നിട്ടുള്ള ആള് തന്നെ. വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാറ്റ് അറബിക്കടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി കിടന്ന് 5 ദിവസം കിടന്നപ്പോൾ ഉമ്മൻചാണ്ടി ചർച്ച വിളിച്ച് വാറ്റ് അവസാനിപ്പിച്ചു. അന്ന് ഇനി ഉത്തരം പറയിച്ചിട്ടേ വിടൂ. ഏത് ഉന്നതനായാലും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, കെട്ടിട ഉടമയെ ദ്രോഹിക്കുന്ന, വ്യാപാരിയെ ദ്രോഹിക്കുന്ന, ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഏത് ഉന്നതനായാലും ശരി തന്നെ സമാധാനം പറയിച്ചിട്ടേ വിടൂ എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. കളക്ടറേറ്റിൽ ഞങ്ങൾ ഈ സെപ്റ്റംബർ 10 കിടക്കുക മാത്രമല്ല, കിടന്നത് ഞങ്ങൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഞങ്ങൾ സമരം ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. വഴിതടയും, ഉപരോധിക്കും, ഒക്കെ ചെയ്യും. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾ തന്നെയാണ്. ഒരു പേടിയോ ഞങ്ങൾക്കില്ല. പോലീസ് വന്നാൽ ഓടുകയൊന്നുമില്ല, ഓടിയിട്ടുമില്ല. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇടപെട്ട് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വളരെ വളരെ സങ്കീർണങ്ങളായി മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത് നിങ്ങളെ ഈ സമൂഹത്തിന്റെ ഞാനൊരു കൊച്ചു പത്രത്തിന്റെ പത്രാധിപരാണ്. നിങ്ങളെ കൈ ഇരിക്കുന്ന ഈ ഒരേ ഒരു VS എന്ന് പറയുന്ന ഈ സാധനം ഇതിന്റെ പത്രാധിപരാണ്. 30 കൊല്ലം കൊണ്ട് പുറത്തിറങ്ങും. വ്യാപാരി വ്യവസായ കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പൊ ഞാനൊരു പത്രക്കാരനാണ്. അപ്പൊ ഒരു സഹജീവിയുടെ ഒരു അഭ്യർത്ഥന നിങ്ങളും കൂടി കണക്കിലെടുത്ത് നിങ്ങളും കൂടി സഹായിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. പക്ഷേ ഈ VS-നോട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് ഇല്ല. അതാണ് അതൊരു വിശേഷം. VS-നോട് ഞാൻ ഈ VS 15 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു, 5 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. വ്യാപാരി വ്യവസായ കാര്യങ്ങളായാലും ബിൽഡിംഗ് ഓണേഴ്സ് കാര്യങ്ങളായാലും അദ്ദേഹത്തോട് പോയി പറഞ്ഞാൽ, ക്ലിപ്പ് ഹൗസിലോ കന്റോൺമെന്റ് ഹൗസിലോ പോയി പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുകൊടുക്കുന്ന പേപ്പർ എല്ലാം വായിച്ചിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഇരുത്തിക്കൊണ്ട് തന്നെ വിളിക്കും. അതിൻ്റെ വലിയൊരു ഭരണപാഠവ ഗുണം VS-നുണ്ട്. അതാണ് VS-ന്റെ ഈ ഭരണത്തിൽ
നമ്മൾ കണ്ടത്. അതാണ് ഞങ്ങൾ ഈ മാസിക ഞങ്ങൾ പ്രത്യേക പതിപ്പായിട്ട് ഇപ്പോൾ VS പതിപ്പായിട്ട് ഇറക്കിയത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളെ കണ്ടമാനം കാര്യം സഹായിച്ചിട്ടുണ്ട്. ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിപ്പോൾ ഒന്ന് നോക്ക്, ഒരു പട്ടിക്കാട് പോലെ നിങ്ങൾക്ക് തോന്നും. കാര്യം അവിടെ ഇടുക്കി രാമേശ്വരത്തെ ശോരം പോലെ 4-5 പേർക്ക് പൈസ കൊടുത്തു ഈ ഭാഗത്ത്. അവിടെ നമ്മുടെ എന്നുവെച്ചാൽ ഒരു ഇവിടുത്തെ കുഞ്ചാലം മട്ടിലുള്ള ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾ അവിടെ വന്നിട്ട് ഈ ഒരു ഘട്ടത്തിന്റെ പകുതി ഇടിക്കും, പിന്നെ വടിവെക്ക് പകുതി ഇടിക്കും, ഇപ്പുറത്തുനിന്ന് പകുതി. അപ്പൊ ആൾ നോക്കുമ്പോൾ പണി തുടങ്ങി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ്. അതിന് വഞ്ചനയും കാപഠ്യമാണെന്ന് ഞങ്ങൾ പറയും. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ വന്ന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ബാലനാടത്ത് വരിക. ഞങ്ങളെ ചെലവിൽ ബാലനാടത്ത് ബിസ്നി ഹോട്ടലിൽ കാപ്പി കുടിച്ച് പോവാം. ഇപ്പൊ ഒരു പട്ടിക്കാട് പോലെ തോന്നുന്നു. അവിടെ പട്ടിക്കാട് തോന്നും. കാര്യം എല്ലാവരും അവിടെ പൊളിച്ച് ഇവിടെ പൊളിച്ച് രാത്രി ആയാലും വിട്ടമില്ല, വെളിച്ചമില്ല, കടകളില്ല. അങ്ങനെ ഇപ്പൊ ഈ ബാലരാമപുരം ജംഗ്ഷനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ജംഗ്ഷന്റെ ഒരു മോചനത്തിന് വേണ്ടി മുഴുവൻ പത്രക്കാരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിന് നിങ്ങളുടെ സഹായം വേണം എന്ന് പറയുകയാണ്. ഇത് ഞങ്ങളുടെ ജില്ലാ ട്രഷറാണ് പട്ടം എബ്രഹാം. അദ്ദേഹം താമസിക്കുന്നത് ഇടപെട്ടല്ലേ പട്ടം. പിന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വരാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം അയച്ചിട്ടുള്ളത്. അതും അദ്ദേഹത്തിന്റെ പേരും ഒക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്യണം. അദ്ദേഹം ഇതിനു വേണ്ടി ഓടി നടക്കുന്നത്. അപ്പൊ ഞാൻ ഈ എനർജി പോയി ഇപ്പൊ കൺവേർട്ട് ചെയ്ത് പണം വന്നിട്ടില്ല. 102 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഏതായാലും ഈ പണം കണ്ടുപിടിച്ചാൽ നമുക്കത് കെട്ടിടമയ്ക്ക് പൈസ കൊടുത്ത് തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളൊരു നിർദ്ദേശം മുഖ്യമന്ത്രി വയ്ക്കാം. സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ മുടക്കാം. അത് എങ്ങനെയാണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും. ഞങ്ങളിൽ ഈ ആഗോള വ്യവസായി അടക്കം ഞങ്ങളിൽ മെമ്പർഷിപ്പുള്ള ആളാണ്. ഒരു ദിവസം 180 കോടി രൂപ വരുമാനമുള്ള ഡോക്ടർ MA യൂസഫ് അലി സെക്രട്ടറിക്കകത്തുണ്ട്. ഞങ്ങൾ യൂസഫ് അലിയുടെ അടുത്ത് പറയും, ഈ പറയുന്ന ഇത്രയും രൂപ തുച്ഛമായ പൈസ. ഇപ്പൊ അയാളിപ്പോ എറണാകുളത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ഈ പാർക്ക് ഇപ്പൊ ഓപ്പണിംഗ് ആയി. എല്ലാം കോടിക്കണക്കാണ്. അദ്ദേഹം കോടിക്കണക്കാണ്. സംഭാവന തന്നെ ഏറ്റവും കുറവ് 2 കോടിയാണ്. ഞാൻ കാണുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞ മാസം അബുദാബി പോയിരുന്നു, കാണാൻ പറ്റില്ല. അദ്ദേഹം BS കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ഞാൻ അങ്ങോട്ടും പോയി, 2 പോയി. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടാം, സർക്കാരിന് പൈസ ഇല്ല, ഈ കെട്ടിട ഉടമകൾക്കെല്ലാം പണം കൊടുക്കാനും ആ വസ്തു എല്ലാം യൂസഫ് അലി വാങ്ങിച്ചിട്ട് യൂസഫ് അലി സംഭാവനയായി സർക്കാർ തിരിച്ചു കൊടുക്കുക. റോഡ് വ്യവസ്ഥ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ദിവസം 180 കോടി രൂപ വരുമാനമുള്ള ആളാണല്ലോ ആഗോള വ്യവസായി എന്ന് പറയുന്നത് MA യൂസഫ് അലി. അപ്പം മുഖ്യമന്ത്രിക്ക് സമ്മതം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി യൂസഫ് അലിയോട് സംസാരിച്ചിട്ട് സ്ഥലം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ പൈസ കൊടുക്കാം. സംഭാവനയായി ഞങ്ങൾ MA യൂസഫ് അലി റോഡായിരിക്കും. അതവിടെ വേറെ സർക്കാർ റോഡല്ല, MA യൂസഫ് അലി റോഡായിരിക്കും. ജനത്തിന് പോകാമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഉണ്ട്. ഇനിയും ഞങ്ങള് വാർത്താസമ്മേളനം വിളിക്കും. കാര്യം ഈ സമരം മാത്രമല്ല, സെപ്റ്റംബർ 10 സമരം മാത്രമല്ല, തുടർന്ന് വഴിതടയൽ, ഉപരോധം, അത് മന്ത്രിമാരടക്കം തടയും. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞങ്ങള് പലരും കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഇത്തരം സമരമാർഗങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാനുള്ളത് ഈ വാർത്ത വളരെ പ്രാധാന്യം കൊടുക്കാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക.